തെയ്യം നടക്കുന്നത് വളരെ സവിശേഷമായ സ്ഥാനങ്ങളിലാണ്. കാവ്, കോട്ടം, മാടം, കൂലോം, മോലോം, പള്ളിയറ, താനം, അറ, കളരി, പതി, ഇത്തരത്തിലുള്ള തറവാട്, വീട്, വളപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് തെയ്യം നടക്കുന്നത്. എങ്കിലും ഇതിനെ പൊതുവെ നമ്മൾ കാവ് എന്നാണ് പറയുന്നത്. കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവിന് അകമോ പുറമോ ഇല്ലാത്ത, മതിൽക്കെട്ടുകളില്ലാത്ത ഏറ്റവും വിശാലമായ ഒരു തുറസ്സിനെയാണ് നമ്മൾ കാവ് എന്ന് പറയുന്നത്. കാവിന് അകമില്ല, പുറമില്ല, ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ ഭേദാതീതമായി എല്ലാ മനുഷ്യരും പ്രകൃതിയിലെ എല്ലാ സൂക്ഷ്മസ്ഥൂലങ്ങളായ സസ്യ, ജന്തു, മൃഗജാലങ്ങളും എല്ലാം ഒത്തുകൂടുന്ന ഏറ്റവും സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയെ, ഒരു ജീവിതത്തെ, ഒരു ജീവിതക്രമത്തെ, ഒരു പ്രകൃതി വിചാരത്തെ, പ്രകൃതി ദർശനത്തെ ഒക്കെ ആകെ കൂടി ചേർത്താണ് നമ്മൾ കാവ് എന്ന് പറയുന്നത്. ആ കാവിലെ മറ്റെല്ലാ അംഗങ്ങളെപ്പോലെ ഒരംഗം മാത്രമാണ് അവിടെ മനുഷ്യൻ ആരാധിക്കുന്ന തെയ്യവും. കാരണം കാവിനകത്ത് ക്ഷേത്രങ്ങളോ ക്ഷേത്ര നിർമ്മിതികളോ മതിൽക്കെട്ടുകളോ വിഗ്രഹങ്ങളോ നിഷേധങ്ങളോ നിഷിദ്ധങ്ങളോ ആയി യാതൊന്നും കാവിനകത്തില്ല. ഇങ്ങനെയാണ് കാവിൻ്റെ ഒരു പൂർവികമായ പരികൽപ്പന എന്ന് പറയുന്നത്. പിന്നീട് കാലാന്തരത്തിൽ കാവുകളൊക്കെ മാറുകയും അത് ക്ഷേത്രങ്ങളുടെയും വലിയ നിർമ്മിതികളുടെയും വലിയ എടുപ്പുകളുടെയും വലിയ വാർപ്പ് മാതൃകകളുടേതൊക്കെ രീതിയിലേക്കൊക്കെ ഈ കാവുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ന് കാവിൻ്റെ സ്വഭാവ വിശേഷങ്ങളുള്ള അപൂർവം ചില കാവുകളെങ്കിലും ഇന്നും നോർത്ത് മലബാറിൽ ശേഷിക്കുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ കാവ് ഏതാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഇരിങ്ങോൾ കാവാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാവ്, തെയ്യം സംരക്ഷിക്കുന്ന ഏകദേശം 100 ഏക്കറിനടുത്ത് വരുന്ന ഒരു കാവ് കാസർഗോഡ് ജില്ലയിലെ ഭീമനടിയിൽ കമ്മാടം കാവ് എന്ന് പറയുന്ന കാവുണ്ട്. 100 ഏക്കർ വിസ്തൃതിയാണ്, ഒരു തെയ്യമാണ് ഈ കാവ് സംരക്ഷിക്കുന്നത്. അതേപോലെ 25-30 ഏക്കറടുത്ത് വരുന്ന തെയ്യോട്ട് കാവ്, നീലിയാർ കോട്ടത്തെ നീലിയാർ കോട്ടം, കമ്മാടം കാവ്, നീലിയാർ കോട്ടത്തെ കാവ്, തവിടിശ്ശേരി കാവ്, ചൂലാപ്പ് കാവ്, മാപ്പിടശ്ശേരി കാവ്, കരക്കക്കാവ്, മന്നമ്പുറത്ത് കാവ്, അങ്ങനെ കാവുകൾ നിരവധികളായ 100 കണക്കിന് കാവുകൾ ഇപ്പോഴും നോർത്ത് മലബാറിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഓരോ കാവുകൾ ഓരോന്നോരോന്നായി ക്ഷേത്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ അപ്പോഴും കാവിൻ്റെ ഭൗതിക അന്തരീക്ഷം മാത്രമാണ് ക്ഷേത്രമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്ഷേത്രമാകാൻ പറ്റാതെ അതിൻ്റെ കഠിന ജീവിതത്തിൻ്റെ നിലക്കാത്ത സ്മൃതികളുമായി നിൽക്കുന്ന അതിനകത്തെ തെയ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ തെയ്യത്തെ ഉപാസിച്ചു പോകുന്ന നാട്ടുമനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാകാനൊന്നും ഒരിക്കലും സാധ്യമല്ല. ക്ഷേത്രവും കാവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് കാണുന്ന ഉച്ചനീചത്വങ്ങളോ ജാതിപരമായ വിവേചനങ്ങളോ ഒന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ല കാവെന്ന് പറയുന്നത്. പൗരോഹിത്യം മുന്നോട്ട് വെക്കുന്ന പൗരോഹിത്യത്തിൻ്റെ മത വ്യവസ്ഥകളൊന്നും, അതിൻ്റെ പൗരോഹിത്യ മതവിചാര വ്യവസ്ഥകളെ ഒന്നും തെയ്യം അംഗീകരിക്കുന്നില്ല. അതിന് നിഷിദ്ധമായതെല്ലാം തെയ്യത്തിന് സ്വീകാര്യമായതാണ്. തെയ്യം ചേർത്ത് പിടിക്കുമ്പോൾ മറ്റതെല്ലാത്തിനെയും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. തെയ്യക്കാവിനകത്തെത്തുന്ന ആ പരിസരത്തുള്ള ഒരു മനുഷ്യന് അയാളുടെ അയാളുടെ സ്വത്വം നിലനിൽക്കുന്ന ഒരു ഭൂമികയാണ് അത് എന്ന് അവിടെയുള്ള ഓരോ മനുഷ്യനും മനസ്സിലാകും. കാരണം തെയ്യമെന്ന് പറയുന്നത് ഓരോ നാട്ടിനും ഓരോ തെയ്യമാണ്. അങ്ങനെയാണ് തെയ്യത്തിൻ്റെ പ്രത്യേകത. നോർത്ത് മലബാറുള്ള ഓരോ ഗ്രാമത്തിലെ പല തെയ്യങ്ങളുടെയും പേര് കരക്കയിൽ ഭഗവതി, ചെറുവാനത്ത് ഭഗവതി, അങ്ങനെയുള്ള പല പേരുകളോട് ചേർന്നിട്ടുള്ള അങ്കക്കുളങ്ങര ഭഗവതി, പാടാർകുളങ്ങര ഭഗവതി, ഇങ്ങനെയുള്ള ആലന്തട്ട ചാമുണ്ടി, കുമ്പള ആലിമാപ്പിള, അങ്ങനെ സ്ഥലനാമങ്ങളോട് കൂടിയുള്ള കടാങ്കോട്ട് മാക്കം, കുളച്ചേരി വിഷകണ്ഠൻ, അങ്ങനെ ഒരു പ്രദേശം തന്നെ തെയ്യത്തിൻ്റെ പേരായി മാറുന്ന ഒരു സ്ഥിതിയാണ് തെയ്യത്തിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു പ്രത്യേക പ്രദേശത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ആ തെയ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തര മലബാറിലെ ഓരോ ദേശത്തിനും ഓരോ തെയ്യമാണ്. തെയ്യത്തെക്കുറിച്ച് നമുക്ക് ജനറലായിട്ട് പൊതുവായിട്ട് ഇത്ര തെയ്യമുണ്ടെന്നോ
ഇത്ര തെയ്യങ്ങളുടെ എണ്ണമുണ്ടെന്നോ ഇന്ന രീതിയിലുള്ള മുഖത്തെഴുത്തുകളുണ്ടെന്നോ അങ്ങനെ മുഴുവനായിട്ടും സാമാന്യമായിട്ടൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അനുസരിക്കുന്ന എല്ലാ ശരികളും അനുസരിക്കുന്ന ഒരു ശരി കൊണ്ട് ശരിപ്പെടുത്താവുന്ന ഒന്നല്ല തെയ്യം. ഓരോ തെയ്യത്തിനും ഓരോ ശരിയാണ്. ഇപ്പോൾ കാവിനകത്ത് ഒരു തെയ്യം നടക്കണമെങ്കിൽ ആ കാവിൻ്റെ പരിസരത്തിലുള്ള എല്ലാ ജാതി മത വിഭാഗങ്ങളും എല്ലാ തൊഴിൽ കുലങ്ങളും ആ കാവിനകത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. കാരണം അവർ വെറുതെ കാവിനകത്തേക്ക് വരുന്നതല്ല. നിങ്ങളിപ്പോൾ ഈ തീച്ചാമുണ്ടി നമ്മുടെ നാട്ടിലുള്ള സജീവമായിരിക്കുന്ന ഒറ്റക്കോലം തെയ്യം കാണാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തൃക്കരിപ്പൂർ പയ്യന്നൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ തെയ്യം ഉള്ള സമയത്ത് തെയ്യം നടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ പെരുങ്കൊല്ലൻ എന്ന് പറയുന്ന ആചാരക്കാരൻ ആ തെയ്യം തീയിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകും. തെയ്യം തീയിൽ വീഴുന്ന സമയത്ത് തെയ്യത്തിനോട് ഈ തീപ്പിടക്ക് എന്ന് പറയുന്ന നിരിപ്പിലേക്ക് പോകുന്ന തീയിൽ വീഴുന്നത് മതിയാക്കാൻ പറയാനുള്ള അല്ലെങ്കിൽ തെയ്യത്തെ പോയി വിലക്കാനുള്ള അവകാശം പഴയകാലത്ത് പെരുങ്കൊല്ലന്മാർക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ് തെയ്യക്കാവിനകത്ത് പെരുങ്കൊല്ലൻ ഒറ്റക്കോലം തെയ്യമുള്ള സ്ഥലത്ത് പെരുങ്കൊല്ലൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റക്കോലം തെയ്യം വീണ് കഴിഞ്ഞാലുണ്ടാകുന്ന മേലേരിയിലെ കരി കൊല്ലൻ്റെ ആലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ കൊല്ലൻ്റെ ആ കരി ഉപയോഗിച്ചാണ് കൊല്ലൻ കടഞ്ഞു കൊടുത്ത ചിരികയാണ് ഈ തെയ്യത്തിൻ്റെ കയ്യിലുള്ളത്. താൻ തന്നെ വീണ് തൻ്റെ ശരീരം കത്തിച്ചാമ്പലായ അതേ കരി ഉപയോഗിച്ച് കൊല്ലൻ കടഞ്ഞ ആയുധമാണ് തെയ്യം പിടിക്കുന്നത്. തെയ്യവും കൊല്ലനും തമ്മിലുള്ള ഹൃദയബന്ധമെന്ന് പറയുന്നത് തൊഴിൽപരമായ ഒരു ബന്ധം കൂടിയാണ്. അതേസമയത്ത് കൊല്ലനെ പോലെ തന്നെ അവിടെ ആശാരി, പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ആശാരി ഈ കാവിനകത്തുണ്ടാവും. തെയ്യത്തിന് വേണ്ടുന്ന മരപ്പണികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത് അവിടുത്തെ ആ പ്രദേശത്തെ ഈ തെയ്യക്കാവിൽ വരാൻ പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ആശാരി കുടുംബങ്ങളുണ്ട്. അതുപോലെ മണിയാണി സമൂഹം കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള യാദവ സമൂഹത്തെയാണ് നോർത്ത് മലബാറിൽ മണിയാണി സമൂഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നോറ്റിരിക്കലും ഈ തെയ്യക്കാവിനകത്തുള്ള മുതിർച്ചകൾ പൂജാതി കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടുന്നത് ഈ മണിയാണി എന്ന് പറയുന്ന കല്ലിൽ പണിയെടുക്കുന്ന യാദവ സമുദായത്തെയാണ് മണിയാണിമാരെന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആചാരക്കാരനാണ് കലശക്കാരൻ എന്ന് പറയുന്ന തീയൻ. ഈ കലശക്കാരൻ്റെ ദൗത്യം ഈ തെയ്യത്തിന് വേണ്ടുന്ന കലയക്കാരൻ, ഈ കലയക്കാരൻ്റെ ജോലി, കലശക്കാരൻ്റെ ജോലി, തീയരുടെ ജോലി, കുലത്തൊഴിൽ എന്ന് പറയുന്നത് തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാണ് തീയന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാവിനകത്തേക്ക് വേണ്ടുന്ന കുരുത്തോലയും തെയ്യത്തിന് വെക്കേണ്ടുന്ന കലശം, അതായത് കള്ള് അല്ലെങ്കിൽ മദ്യം, ഇത് കാവിനകത്ത് കലശം കൊണ്ടുവരുന്നത് കൊണ്ടാണ് തീയൻ കലശക്കാരൻ എന്ന ആചാരപ്പേര് ഉണ്ടാകുന്നത്. അവിടെ വേണ്ടുന്ന പായയും നെൽക്കതിനും മറ്റുമൊക്കെ കൊടുക്കേണ്ടുന്നത് പുലയ സമുദായക്കാരാണ്. അവിടുത്തെ തെയ്യത്തിൻ്റെ രാശി, പ്രശ്നചിന്ത, തെയ്യത്തിൻ്റെ ഫലമൊക്കെ പ്രവചിക്കേണ്ടുന്നത് തെയ്യത്തിൻ്റെ ഫലപ്രവചനം നടത്തേണ്ടത് മറ്റ് ഉയർന്ന സമുദായത്തിൽപ്പെട്ട ജ്യോതിഷികളോ മറ്റോ അല്ല. തെയ്യത്തിൻ്റെ അടുത്തുള്ള കണിശന്മാരെന്ന് പറയുന്ന പ്രത്യേക ജാതി വിഭാഗമുണ്ട്. അവരാണ് പ്രത്യേക അവകാശികളാണ്. അവിടെ തെയ്യമില്ലാ സന്ദർഭങ്ങളിൽ മറ്റൊരു അനുഷ്ഠാനമായിരിക്കുന്ന പാട്ടുത്സവം എന്ന് പറഞ്ഞൊരു ഉത്സവമുണ്ട്. മരക്കലപ്പാട്ട് എന്ന് പറയുന്ന പ്രത്യേകതരം അനുഷ്ഠാനം നിർവഹിക്കേണ്ടത് അവിടുത്തെ കണിശൻ എന്ന് പറയുന്ന ഈ കണിശൻ തെയ്യക്കാവിലെ പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ആളാണ്. ഒട്ടുമിക്ക കാവുകളിലും മുസ്ലിങ്ങൾ അവകാശികളായിട്ട് വരുന്നു. പെരുങ്കളിയാട്ടം നടക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശ അധികാരങ്ങളുണ്ട്. ഒരുപാട് മുസ്ലിം തെയ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന കച്ചവടക്കാരും സൂഫികളും അങ്ങനെ പുരോഹിതന്മാരായിരിക്കുന്ന എത്രയോ മുസ്ലിങ്ങൾ മരണപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും പലായനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ തെയ്യ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള അവകാശാധികാരങ്ങളുണ്ട്. ഇപ്പോൾ കാവിനകത്തേക്ക് വേണ്ടുന്ന മീൻകോവ കൊണ്ടുവരേണ്ടത് മുക്കുവരാണ്, മുഗയ സമുദായക്കാരെന്നാണ് അവർ പറയുന്നത്. പ്രത്യേക അവകാശാധികാരങ്ങളുള്ള മുക്കുവർ കടലിലും പുഴയിലും പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് ആ മീൻ ഉണക്കി തെയ്യത്തിന് മുതിർച്ച വെക്കുന്ന സംഗതികളുണ്ട്. അങ്ങനെ മുക്കുവരാണ് ഈ കാവിലേക്ക് ഈ മീൻ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമാണ് തെയ്യം നടക്കുന്നത്. അത് ഏതെങ്കിലും തെയ്യം കെട്ടേണ്ടുന്നത് വണ്ണാൻ, മലയൻ, പുലയൻ, വേലൻ, നെൽക്കതായ, മാവിലൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികൾ ഇവരൊക്കെയാണ്. അതിൽ തന്നെ അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ, ചിങ്കത്താൻ, തടിക്കടവന്മാർ, അങ്ങനെയൊക്കെയുള്ള ജാതി വിഭാഗങ്ങൾ വേറെയുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ജാതി സമൂഹങ്ങളെന്ന് പറയുന്നത് വണ്ണാൻ, മലയൻ, പുലയൻ, വേലൻ,
മാവിലൻ, നലിക്കതായ ഇത്തരത്തിലുള്ള സമുദായങ്ങളാണ് പ്രധാനമായിട്ടും തെയ്യം കെട്ടുന്നത്. തെയ്യത്തിൻ്റെ ജാതിഘടന നോക്കുകയാണെങ്കിൽ തെയ്യം കെട്ടുന്ന ജാതി സമൂഹം നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പറയുന്ന കമ്മ്യൂണിറ്റിക്കകത്താണ് ഇവർ നിൽക്കുന്നത്. ഉത്തര മലബാറിലെ ഘടന പരിശോധിക്കുമ്പോൾ അത് ഒരിക്കലും മധ്യ കേരളത്തിലോ തിരുവിതാംകൂറിലോ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു ജാതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വിഭിന്നമായി ഇത് ക്ഷേത്രത്തിനകത്ത് ഒരിക്കലും മീൻ കൊണ്ടുപോകുന്ന മുഖേൻ്റെ ആവശ്യമില്ല. കള്ള് കൊണ്ടുവരുന്ന തീയൻ ക്ഷേത്രത്തിന് വേണ്ട, കരിയെടുക്കുന്ന പെരുങ്കൊല്ലനെ ക്ഷേത്രത്തിന് ആവശ്യമില്ല. ചിലപ്പോൾ ക്ഷേത്രത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇയാളുണ്ടെങ്കിൽ അല്ല, പ്രത്യേക അവകാശ അധികാരങ്ങളോടുകൂടി ക്ഷേത്രത്തിനകത്ത് കയറി കാരണം ക്ഷേത്രം എപ്പോഴും ബ്രാഹ്മണൻ്റേതോ അതിന് തൊട്ട് താഴെയോ നിൽക്കുന്ന പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള ആൾക്കാരുടെ മാത്രം ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്രം വിഘടിപ്പിച്ചതിനെ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു സമൂഹത്തിൽ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടുന്നത് അവിടെ ഏറ്റവും മികച്ച നിലയിൽ തൊഴിലുണ്ടാവണം, ഏറ്റവും മികച്ച തൊഴിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം, ഏറ്റവും മികച്ച തൊഴിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് അതിൻ്റെ ട്രേഡ് സംഭവിക്കണം. അങ്ങനെ ഇതെല്ലാം ചേരുന്നിടത്താണ് ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു ഉയർന്ന സമൂഹത്തെ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് എന്ന് അതിനെ ഉണ്ടാക്കേണ്ടുന്നത് ഇങ്ങനെയാണെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയുന്നത് തെയ്യത്തിനാണ്. അവിടെയുള്ള സസ്യങ്ങളും പൂക്കളും ചെടികളും കിളികളും ഇതെല്ലാം നിലനിൽക്കുന്ന വിശാലമായ ഒരു ജൈവികമായ ആവാസ പാരിസ്ഥിതിക സംവിധാനത്തിനകത്ത് മുറ തെറ്റാതെ കാലം തെറ്റാതെ എത്തുന്ന ഋതുകൽപ്പനകൾക്കുള്ളിൽ വിശുദ്ധമായ വിളവുകളൊക്കെ ഉണ്ടായിരുന്ന അതൊരു കേവലം ഒരു കാൽപ്പനികമായ ഒരാശയം മാത്രമല്ലാതെ നമുക്ക് കഠിനകാലവും കഷ്ടകാലവുമൊക്കെ ആയിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു ജീവിതക്രമത്തിലൂടെയാണ് നമ്മൾ ആ ചരിത്രത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ തനത്, നമ്മുടെ സ്വത്വം നമ്മുടേത് മാത്രമായിരുന്ന ഒന്ന് എന്നുള്ളത് കേവലം ഒരു കാൽപ്പനികതയോ ഒരു സങ്കല്പമായിരുന്നു. അത് നമ്മൾ ജീവിച്ച് തീർന്ന ചരിത്രമാണത്. ഇപ്പോൾ തുലാപത്തിന് വരുന്ന പല തെയ്യങ്ങളുടെയും രാഷ്ട്രീയം ജീവിതം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് നമ്മുടെ നാട്ടിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് ബാലി. അതേപോലെ മറ്റൊരു തെയ്യമാണ് പൊട്ടൻ തെയ്യം, വേറൊരു തെയ്യമാണ് പുലിമറഞ്ഞ തൊണ്ടച്ചൻ, അങ്ങനെ കടാങ്കോട്ട് മാക്കം, കൊളച്ചേരി വിഷകണ്ഠൻ, പൊന്നൻ തൊണ്ടച്ചൻ, ഇത്തരത്തിലുള്ള തെയ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കതിവനൂർ വീരൻ ഒരു പ്രത്യേക കാലത്ത് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും കൂടാളിത്തറയിൽ കുഞ്ഞിരാമൻ, കണ്ടനാർ കേളൻ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സാധാരണക്കാരായ കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് ഒരു നാട്ടിലെ സാധാരണക്കാരനായ ആൾക്കാരെയൊക്കെ ചികിത്സയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അയാൾ രാജാവിന് അസുഖം വന്നപ്പോൾ അത് ചികിത്സിച്ച് ഭേദമാക്കുകയും ഒരു കേവലം കൂടാളിത്തറയിലെ കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് ഒരു ചോയി ഗുരുക്കളാണ്. യോഗി എന്ന് പറയുന്നത് നോർത്ത് മലബാറിലെ മറ്റൊരു ജാതി സമൂഹമാണ്. അവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജാതി സമൂഹമാണ് ഈ യോഗിമാരെന്ന് പറയുന്നത്. ഈ മറ്റൊരു സവിശേഷത നോർത്ത് മലബാറിലുള്ള ബ്രാഹ്മണരല്ലാതെ താഴെത്തട്ടിൽ നിൽക്കുന്ന ജാതിഘടനയിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത്രയും വിജ്ഞാനവും സംസ്കൃത സാഹിത്യവും ശാസ്ത്രവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു പാരമ്പര്യം ഉത്തര മലബാറിന് സ്വന്തമായിട്ടുണ്ട്. യോഗിമാരും അതുപോലെ വണ്ണാന്മാരും മലയന്മാരും കണിശന്മാരും സംസ്കൃതവും മണിപ്രവാളവും ഒക്കെ അവർ കൈകാര്യം ചെയ്തിരുന്നു. അവരാണ് ഈ തോറ്റം പാട്ടുകൾ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ വണ്ണാന്മാരും മലയന്മാരും ഒക്കെയാണ്. അല്ലാതെ മറ്റേതെങ്കിലും സവർണരായ തമ്പുരാക്കന്മാരോ എഴുത്തച്ഛന്മാരോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇതിൻ്റെ പാട്ടുകളും മറ്റുമൊന്നും. അപ്പോൾ ഇങ്ങനെയുള്ള തെയ്യങ്ങൾ ഈ കൂടാളിത്തറയിൽ കുഞ്ഞിരാമനെ നാട്ടിലെ തമ്പുരാൻ അസുഖം വന്ന് ഭേദമാക്കി ചികിത്സിച്ച്, പക്ഷേ അദ്ദേഹത്തെ ഇത്രയും വലിയ ഗുരുക്കളെ ഇനി വച്ചേക്കരുത്, ഇത്രയും കടിയ ഗുരുക്കൾ ഈ നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളുണ്ടാക്കും, അത് തമ്പുരാന് തന്നെ ആപത്താകുമെന്ന് കരുതി അയാളെ കൊന്നുകളഞ്ഞു. കൂടാളിത്തറയുടെ കന്നീരാശിയിൽ വെട്ടിവേറി എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടാളിത്തറയിൽ കുഞ്ഞിരാമൻ തെയ്യമായിട്ട് മാറുന്നത്.